അപ്പോൾ ഇനി നീറ്റ് ആസ്പിറൻസിന് 3 മാസം ടൈമാണുള്ള നീറ്റിന് എക്സാമിനായിട്ട്. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു അത്യാവശ്യം ഒരു റൗണ്ടൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും നോക്കി കാണും, ചിലർ പഠിച്ച് കാണും, ഫുൾ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട റിവിഷനാണ്. ഈ റിവിഷൻ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് തന്നെ നമുക്കതിനെ എക്സാംസിനെ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 റൗണ്ട്, മിക്കവാറും 2 റൗണ്ട് വരാറുണ്ട്. അപ്പം യൂണിറ്റ് എക്സാംസ് മാത്രം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് എക്സാമിൽ ചിലപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റില്ല, ടൈം ഗ്യാപ്പ് അനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് ചിലപ്പം എല്ലാം പഠിക്കാൻ പറ്റും, ചിലപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റും, ചിലപ്പോൾ കുറച്ചേ പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക. പിന്നെ ബയോളജി മൊത്തം പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക എല്ലാ യൂണിറ്റിലും. അപ്പോൾ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ബിൽഡാവും, ബയോളജിയിൽ നല്ല കോൺഫിഡൻസ് ബിൽഡാവും. പിന്നെ കെമിസ്ട്രി, അതിനുശേഷം കെമിസ്ട്രി നോക്കുക, കെമിസ്ട്രിയും പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക, ഫിസിക്സ് നമുക്ക് സാധിക്കുന്ന അത്രയും പഠിക്കാം. അങ്ങനെ നമുക്ക് ഈ 2 റൗണ്ട് റിവിഷനൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം പഠിച്ചു കഴിയും. ഏകദേശം മൊത്തം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കമ്പൈൻഡ് വരും. കമ്പൈൻഡ് ആകുമ്പോൾ നമ്മൾ പഠിക്കാത്തതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഫുൾ മോഡിൽ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഫുൾ മോഡിൽ വരുമ്പോൾ തലേ ദിവസം ഇരുന്നിട്ട് എല്ലാ ചാപ്റ്ററും വായിച്ച് തീർക്കാൻ ശ്രമിക്കരുത്. അത് മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ എക്സാമൊക്കെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇപ്പം ചില ബയോളജി ടോപ്പിക്സ് നമുക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ യൂണിറ്റിൻ്റെ കേസൊക്കെ നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഞാൻ മോഡലാണ്. നമ്മൾ മോഡൽ എങ്ങനെ, ഇനി അടുത്ത് ഫുൾ മോഡൽ വരും, അത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സമയത്ത് വെറുതെ പിന്നെയും ഈ ഫോർമുലാസും നോട്ടൊന്നും വായിച്ച് സമയം കളയരുത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ലൈബ്രറി ബുക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനേക്കാളും ബ്രില്യൻറ്റിലെ തന്നെ അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മീൻസ് അത് ഓരോ ദിവസം ഓരോ എക്സാം വെച്ച് എഴുതാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയം കിട്ടും. ഓരോ ദിവസം ഓരോ എക്സാം എഴുതിയാൽ മതി. അതും ഒരിക്കലും അത് നമ്മൾ ചുമ്മാ റാൻഡമായിട്ട് ചെയ്യരുത്. അതെപ്പോഴും നമ്മൾ ടൈം ബൗണ്ട് മാനറിൽ മാത്രമേ അത് ചെയ്യാവൂ. എപ്പോഴും സമയം ബേസ്ഡ് മാത്രമേ, മീൻസ് മോഡൽ എക്സാം വരുമ്പോൾ, അതായത് ഫുൾ മോഡൽ വരുമ്പോൾ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചാലും അത് ടൈം ബൗണ്ട് മാനറിലായിരിക്കണം. കാരണം അത് നമുക്ക് പിന്നീട് കുറച്ച് നമുക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യമായിരിക്കും. പിന്നീട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും തീരെ കിട്ടത്തില്ല. അത് നമ്മൾ സങ്കടപ്പെടുകയും ചെയ്യരുത്. നമ്മൾ എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് തന്നെ അത് ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുക. പിന്നെ കാരണം നമ്മൾ OMR ഫില്ല് ചെയ്യാനും അതിലൂടെ OMR തന്നെ ചെയ്ത് പഠിക്കണം. OMR തന്നെ നമ്മൾ മോഡൽ എക്സാം ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രില്യൻ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തോറും നമുക്കൊരു 2013 മുതൽ തന്നെ നമുക്ക് നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ, മീൻസ് അതായത് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരെണ്ണം ചെയ്ത് കൊടുക്കണം. അത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറും. പിന്നീട് നമ്മളിനി കുറച്ച് അങ്ങോട്ട് കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കയറും. കാരണം ബ്രില്യൻറ്റിലും ചിലപ്പം ചില എക്സാം ഭയങ്കര സിമ്പിളായിരിക്കും, ചില എക്സാം ഭയങ്കര ടഫായിരിക്കും. ഒന്നും പറഞ്ഞാൽ ആരും ഡീമോട്ടിവേറ്റഡ് ഒന്നും ആവരുത്. എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് നീറ്റിൻ്റെ 2 ദിവസം മുന്നേ വരെ പരീക്ഷയുണ്ട്. എനിക്ക് അവസാനത്തെ 2 പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയ മാർക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു പരീക്ഷയ്ക്ക് 400 സംതിങ് ആണ് കിട്ടിയത്. 500-ൽ താഴെയായിരുന്നു. രണ്ട് തുടർച്ചയായിട്ട് 2 വിഷയം. കാരണം ഇതിന് ശേഷം ഇനി പരീക്ഷയില്ല. കാരണം മീൻസ് ഒരു പക്ഷേ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. അത് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ മീൻസ് എല്ലാം പോയൊരവസ്ഥയൊന്നുമില്ല, എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയൊരവസ്ഥയുണ്ട്. അന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതാണ്, ഞാൻ ഹോസ്റ്റലിരുന്നാണ് പരീക്ഷ എഴുതിയത്. ഹോസ്റ്റലിൽ നിന്ന് പോയി അടുത്ത് തന്നെയാണ്, പാലയിൽ നിന്ന് തന്നെയാണ് പരീക്ഷ എഴുതിയത്. അപ്പം നല്ല മീൻസ് എനിക്ക് അത്രയും കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മീൻസ് അറിഞ്ഞുകൂടാ, ഭയങ്കര ടെൻഷനായി. പക്ഷെ ആ സമയത്ത് സ്റ്റീഫൻ സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതായത് എൻ്റെ ഹോസ്റ്റൽ വാർഡൻ വഴി സ്റ്റീഫൻ സാർ വിളിക്കുകയുണ്ടായി. അത് വളരെ ഒരു നല്ല അനുഭവമായിരുന്നു. കാരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ കംബാക്ക് തന്നെ പറയാം. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അവസാന നിമിഷങ്ങൾ. അതിപ്പോൾ ഫുൾ മോഡലിൽ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നല്ല എക്സാമൊക്കെ കാണും. അത് നമുക്ക് മീൻസ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. പിന്നീട് അവസാനത്തെ ഒരാഴ്ച ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ കയറും, എക്സാമിൻ്റെ ആ ടൈം ആകുമ്പോൾ. അപ്പം നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അവസാനത്തെ ഒരാഴ്ച മുന്നേ ബയോളജി ഇങ്ങനെ പെട്ടെന്ന് ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റിലെ മെയിൻ പോയിൻറ്റ്സ് എന്തായാലും ഒരിക്കൽ നിങ്ങൾ വായിക്കണം. കാരണം ഇപ്പം നിലവിൽ ബയോളജിയുടെ ടോപ്പിക്സൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടും ടെക്സ്റ്റ് വായിച്ചിരിക്കണം. ഒരാഴ്ച മുന്നേ തന്നെ നമുക്ക് ടെക്സ്റ്റ് വായിച്ചു തുടങ്ങണം. പിന്നെ ഈ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ അവസാന നിമിഷം ഷോർട്ട് നോട്ട്സ്, ഫോർമുലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാവും. കെമിസ്ട്രി ആകുമ്പം എന്തായാലും ഓർഗാനിക് നോക്കണം. ഓർഗാനിക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇനോർഗാനിക് ഓർഗാനിക് ടെക്സ്റ്റിലെ റിയാക്ഷൻസൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ ഇനോർഗാനിക് നമ്മളുണ്ടാക്കിയ ഷോർട്ട് നോട്ട് നോക്കുക. പിന്നെ ഇനോർഗാനിക്സിലുള്ള എന്തെങ്കിലും വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിരിക്കും. അതൊക്കെ പഠിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പം ചിലർക്കൊക്കെ ഈ വീക്കിലിക്ക് ഭയങ്കര മാർക്കായിരിക്കും.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോളിൽ ഒരു പക്ഷേ കുറയാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്, നമ്മൾ ഇനിയും റിവൈസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനുള്ള സൂചന മാത്രമാണ്. അന്ന് നമ്മൾ അയ്യോ നമുക്ക് അന്ന് എല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു അവസ്ഥയിലോട്ട് നമ്മൾ മാറരുത്. നമ്മൾ പിന്നെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് പിന്നെയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. എപ്പോഴും ഫിസിക്സും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പ്യുവർലി ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. ഒട്ടുമിക്ക നമുക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, ഇത്രയും ഒരു 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെ ലെവലിൽ നിന്ന് ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ രീതികളിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരിക്കലും ടെൻഷൻ ആവരുത്, അവസാന നിമിഷത്തിൽ ടെൻഷൻ ആവരുത്. പിന്നെ എപ്പോഴും നല്ല കോൺഫിഡൻറ്റോടെ ദൈവഭക്തിയോടെ ഇരിക്കുക. വെറുതെ അവസാന നിമിഷങ്ങളിലൊന്നും ചുമ്മാ വെറുതെ സങ്കടപ്പെടരുത്. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എക്സാമിന് പോകുന്ന ടൈമെന്ന് പറയുമ്പം നമുക്ക് കുറേ ചിലർക്കൊക്കെ ബാഡ് അനുഭവങ്ങളുണ്ടാവും. അവിടെ ചെല്ലുമ്പം നമ്മൾ ഓരോയിട്ട് പരിശോധിക്കുന്നതിൽ തന്നെ നമുക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ ഡീമോട്ടിവേറ്റ് വരെ ഫുൾ കോൺഫിഡൻസോടെ നമ്മൾ പഠിച്ച് വെച്ച് നമ്മൾ ഫുൾ എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു നല്ല നീറ്റ് ആശംസകൾ നേരുന്നു. താങ്ക് യു.